നമസ്കാരം. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയത് എവിടെയാണ്? ശിവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമസ്കരിച്ച കുബേരനെ അന്വേഷിച്ച് ഗണപതി വരുന്നുണ്ട്. കള്ളാ കുബേര, വയറ് നിറച്ച് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് പറ്റിച്ചോടിപ്പോന്നു അല്ലേ ചോദിച്ചുകൊണ്ടുണ്ട്. വരൂ. അപ്പോൾ ശിവൻ പറഞ്ഞു, ഉണ്ണി ഇവിടെ വരൂ പറഞ്ഞു. അപ്പോൾ ഗണപതി ശിവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ ഈ കാട്ടണ ചോദിച്ചു. അച്ഛാ, ഈ കുബേരൻ എനിക്ക് വയറ് നിറയെ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് എനിക്ക് മതിയായില്ല, എനിക്ക് വിശന്നിട്ട് വയ്യ പറഞ്ഞു. സാരമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ശിവൻ എന്ത് ചെയ്തു അറിയോ? ഒരു നുള്ള് ഭസ്മം എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി വായ തുറക്ക് പറഞ്ഞു. അപ്പോൾ ഗണപതി വായ തുറന്നു. ഒരു നുള്ള് ഭസ്മം വായിലേക്ക് ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്തപ്പോൾ ഗണപതി അങ്ങോട്ട് തേട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നീട്ടിയൊരു തേട്ടൽ തട്ടി. അപ്പോൾ ആർക്ക് സമാധാനമായി? നമ്മുടെ കുബേരന് കുറച്ച് ആശ്വാസമായി. അപ്പോൾ ശിവൻ വീണ്ടും ഒരു നുള്ളു ഭസ്മം കൂടി എടുത്തു. ഉണ്ണി വായ തുറക്ക പറഞ്ഞു. ഇനി വേണ്ട അച്ഛാ, എനിക്ക് വയറ് നിറഞ്ഞു പറഞ്ഞു. ഉണ്ണിയോട് വായ തുറക്കാനല്ലേ പറഞ്ഞേ, വായ തുറക്ക. ഉണ്ണി വായ തുറന്നു. ഒരു നുള്ളു ഭസ്മം കൂടി ശിവൻ വായിലേക്ക് ഇട്ട് കൊടുത്തു. അതങ്ങോട്ട് ഇറക്കിയില്ലേ, ഗണപതി ഛർദ്ദിക്കാൻ തുടങ്ങി. ഉരുളിയും ചെമ്പും ചരക്കും ഭക്ഷണ സാധനങ്ങളല്ലാതെ ഗണപതി കഴിച്ച സാധനങ്ങളൊക്കെ ഛർദ്ദിച്ചിട്ട് തുടങ്ങി. അങ്ങനെ എല്ലാ സാധനങ്ങളും ഛർദ്ദിച്ചു. അപ്പോൾ ശിവൻ പറഞ്ഞു, കുബേര നോക്കി നോക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്ന്. കുബേര ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് നീക്കി എണ്ണി. എന്നിട്ട് പറഞ്ഞു, ഒരു വിധമൊക്കെ ഉണ്ട് പറഞ്ഞു. ഒരു വിധമൊക്കെയോ? ഇനി എന്താ ബാക്കിയുള്ള മുഴുവനായില്ലേ? ശിവൻ ഇല്ല എന്ന് പറയാൻ വയ്യ, എന്തായാലും ഒക്കെ ഒരുവിധമൊക്കെ ആയി, ഇത്രയൊക്കെ മതി. അല്ല അത് പറഞ്ഞാൽ പറ്റില്ല, ഇനി എന്താ കമ്മിയുള്ളതെന്ന് പറയണം പറഞ്ഞു. അപ്പോൾ കുബേരൻ പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നുമില്ല, അത് പറയാൻ മാത്രമൊന്നുമില്ല, അത് സാരമില്ല, അത് പോട്ടെ, എനിക്കത് സാരാക്കാനില്ല പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കുബേര, എന്താ ഇല്ലാത്ത പറയൂ. അപ്പോൾ കുബേരൻ മടിച്ചു പറഞ്ഞു, അതെ ഒരു വാല് പൊട്ടിയ ചട്ടുക ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇതിൽ കാണാനില്ല പറഞ്ഞു. അപ്പോൾ ശിവൻ വിളിച്ചു, ഉണ്ണി ഇങ്ങോട്ട് വായ കാണിക്കൊന്നും കൂടി പറഞ്ഞു. അയ്യോ ഇനി വേണ്ട അച്ഛാ ഗണപതി. അപ്പോൾ പറഞ്ഞത് പറ്റില്ല, വായ കാണിക്കേ. ഒരു നുള്ളു ഭസ്മം കൂടിയും വയലിട്ട് കൊടുത്തു. വീണ്ടും ഗണപതി ഛർദ്ദിച്ചു. എന്ത്? ആ വാല് പൊട്ടിയ ചട്ടുകം. അപ്പോൾ ചോദിച്ചു ശിവൻ, ഇനി എല്ലാം ആയില്ലേ കുബേര ചോദിച്ചു. എല്ലാതും ആയി. എന്നാൽ ഇനി അതൊക്കെ എടുത്ത് കൊണ്ടുപോക്കോളൂ, ആരേച്ചാ വലിയക്കാരെ വിളിച്ച് കൊണ്ടുപോക്കോളൂ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുബേരൻ സമാധാനമായിട്ട് തൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി തൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഗണപതിയോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് പുറപ്പെട്ടു. അപ്പം എത്ര കാശുണ്ടെങ്കിലും നമുക്ക് എന്ത് പാടില്ല? അഹങ്കാരം പാടില്ല എന്നാണ് ഒരു പാഠം. വേറൊരു പാഠം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ എത്ര സാധനം ഉണ്ടെങ്കിലും അതിൻ്റെ കുറിച്ച് നമുക്ക് അറിവ് വേണം. നിങ്ങളുടെ വീട്ടിൽ എത്ര ഗ്ലാസ് ഉണ്ട്, എത്ര പ്ലേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര പുസ്തകമുണ്ട്, നിങ്ങൾക്ക് എത്ര നോട്ട് പുസ്തകമുണ്ട്, എത്ര പേനയുണ്ട്, എത്ര പെൻസിലുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിവ് വേണം. കുബേരൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ അധിപനാണ്, രാജാവാണ്. ആ കുബേരൻ്റെ കണക്ക് നോക്കി നോക്കൂ. ഇത്രയും ഉരുളിയും ചെമ്പും ചരക്കും ഒക്കെ കണക്ക് നോക്കിയ കൂട്ടത്തിൽ ഒരു വാല് പൊട്ടിയ ചട്ടുകം, അതിൻ്റെ കണക്ക് വരെ ആരുടെ കയ്യിലുണ്ട്? കുബേരൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ കണക്കുണ്ടാവുകയും അങ്ങനെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താലാണ് നമുക്കും എന്തുണ്ടാവുള്ളൂ? ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ നല്ലപോലെ സൂക്ഷിക്കുക. ഒരിക്കലും അഹങ്കാരം ഉള്ളവരായി തീരാതിരിക്കുക. ഓക്കെ, കഥ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.